ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ നാട്ടിൽ അതായത് കാഞ്ഞങ്ങാട് സീ വേൾഡ് എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 മാസമായി. ഞങ്ങളും പോയി സീ വേൾഡ് എക്സ്പോ കാണാൻ വേണ്ടി. അടിപൊളിയാണെന്ന് കേട്ടറിഞ്ഞാണ് പോയത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ സീ വേൾഡ് എക്സ്പോയിലേക്ക് കടക്കാൻ പോവാം. ഇതുവരെ കാശ്മീർ കാണാത്തവർക്ക് കാശ്മീരിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് കാശ്മീർ വാലി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നേരത്തെ എത്തി എന്നുള്ളതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പോയി അവിടെ ഒത്തിരി ഫോട്ടോ എടുക്കാനും ഇതുപോലെ സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഒരു അവസരം ലഭിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എബിയും നോബിയും ചെറുത് ഒത്തിരി ഒന്നും മനസ്സിലാകാനാകാത്ത ഒരു പ്രായത്തിലായിരുന്നു ഇതുപോലെയുള്ള എക്സിബിഷനും കാര്യങ്ങൾക്കൊക്കെ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഇച്ചിരി പ്രായമായപ്പോൾ ഇത് കാണുമ്പോഴത്തേനും അവർക്ക് നല്ല പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. അതുകൊണ്ട് മഞ്ഞുമഴ പെയ്യുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാശ്മീരിനെ കുറിച്ച് കുറേ വിവരിച്ചൊക്കെ കൊടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക. ഒരു ചെറിയ ഗുഹയിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം കുറേ ഫിഷും മെർമെയ്ഡും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോസ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ എന്താ ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നതെന്നുള്ളത്. എക്സ്പോയുടെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ സീ വേൾഡ് തന്നെയാണ് അവർ പിന്നീട് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള മത്സ്യങ്ങൾ, നല്ല നല്ല മത്സ്യങ്ങൾ, ഒത്തിരി രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നല്ല ഗ്ലാസ്സൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ഓരോന്ന് കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ പേരൊന്നും അവിടെ എഴുതി കണ്ടില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞു തരായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് എബിയും നോബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് നല്ല നല്ല വീഡിയോസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു എക്സിബിഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴാണ് ഗ്ലാസ് ടണൽ അക്വേറിയം കണ്ടത്. അപ്പോൾ എബിക്കുട്ടനൊരു ആഗ്രഹം, അമ്മയും അപ്പയും കൂടെ പതുക്കെ നടന്നു വാ, സ്ലോ മോഷൻ എടുക്കാമെന്ന്. അങ്ങനെ ഒരു വീഡിയോയും കൂടെ ഒപ്പിച്ചു. ഇനി അടുത്തതായി കാണാൻ പോകുന്ന കാഴ്ച ഇതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെർമെയ്ഡിനെ കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ലിപ്പായിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. എന്തായാലും നമ്മുടെ മക്കളൊക്കെ ഇത്ര ചെറുപ്പത്തിലേ കാണാൻ തുടങ്ങിയില്ലേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ എനിക്ക് ഓർമ്മയുണ്ട് സർക്കസ് കാണാൻ പോയതൊക്കെ. അത് പക്ഷേ ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ എൻജോയ് ചെയ്ത രീതിയിലുള്ള സർക്കസ് ഒന്നും കാണാൻ പറ്റും തോന്നില്ല. കാരണം നമ്മുടെ ചെറുപ്പത്തിലെ സർക്കസുകളിൽ ആനയും സിംഹവും ഒക്കെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഉള്ള ഇതിനൊന്നും ഇല്ലല്ലോ. ഞാൻ കണ്ണൂരിൽ നിന്ന് ഈയിടെ ഒരു സർക്കസ് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിലധികം മൃഗങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഭാഗ്യം ലഭിച്ചപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് കിട്ടിയേക്കുന്നത്. പാവം അതിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പൊങ്ങിപ്പോയി ശ്വാസം എടുത്തിട്ട് താഴേക്ക് വരുന്നത് അതൊക്കെ കാണുമ്പം ചില സമയത്ത് സങ്കടം തോന്നും. പക്ഷെ അതുപോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്തു. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ വിറയ്ക്കാത്ത ആരേലും ഉണ്ടോ? എനിക്കിപ്പോഴും കൈയും കാലും വിറയ്ക്കും. ആ സമയത്താണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എൻ്റെ എബിമോൻ കാണിച്ചൊരു ധീര സാഹസികത. ഞാൻ ആ സമയത്ത് ഇവനെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ഇതുപോലെ കഴുത്തേലിട്ടിട്ട് ഫോട്ടോ സ്റ്റാറ്റസ് ഇരുന്ന് കാണുമ്പോൾ എൻ്റെ ന്യൂ ജനറേഷനെ ഞാൻ നമിച്ചു. എനിക്കൊക്കെ ഇപ്പോഴും ഇത് കാണുമ്പോൾ പേടിയാണ്. പക്ഷേ പിള്ളേർക്ക് ഇതൊന്നും ഒരു പേടിയില്ല കേട്ടോ. അങ്ങനെ പാമ്പിനെ ഇഗ്വാനേനെയൊക്കെ കയ്യിൽ പിടിച്ച് നല്ലോണം എൻ്റെ മക്കൾ ഞാൻ സമ്മതിച്ച് 100ൽ 100 മാർക്കും കൊടുത്തു. ഞാൻ പറഞ്ഞു ഒറിജിനലിനെ ഒന്നും കാണുമ്പോൾ ഇനി പറമ്പിൽ നിന്നൊന്ന് ഓടിപ്പിടിച്ച് കഴുത്തേലേക്കൊന്നും ഇട്ടേക്കല്ലേ എന്ന്. അതുപോലെയാണ് ഒരു പേടിയും ഇല്ലാത്ത ആൾക്കാർ. അങ്ങനെ അതൊക്കെ കണ്ടു. ഫാമിലി ഗ്രൂപ്പിൽ അപ്പം തന്നെ ഫോട്ടോയും വീഡിയോ ഇട്ട് കൊടുത്തു എബിയുടെ സാഹസികത. അതിനുശേഷം കുറേ കുഞ്ഞു കുഞ്ഞു ജീവികളും വലിയ വലിയ ജീവികളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളോടൊപ്പം തന്നെ അവിടെ ഇൻ്റർനാഷണൽ ബേർഡ് ഷോയും കൂടെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇതുങ്ങളുടെ പേരൊന്നും അറിയത്തില്ല. എല്ലാം കണ്ടു, നല്ല രസമുണ്ടായിരുന്നു, ഫോട്ടോ എടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു, കൊമേഴ്ഷ്യൽ സ്റ്റോൾസ്. അതുപോലെ
ഫുഡ് കോർട്ട് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തു. ഈ എക്സ്പീരിയൻസ് ഉള്ള വാക്ക് ഈ വീഡിയോയിൽ കുറേ പ്രാവശ്യമുണ്ട്. കാരണം അത് വമ്പൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ അവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസം ഞങ്ങൾ പള്ളിക്കര ബീച്ചിലും കൂടെ പോയിട്ടുണ്ടായി. അതുകൊണ്ട് ഈ സംഭവമൊന്നും നെക്സ്റ്റ് എക്സ്പീരിയൻസിന് നിന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. അപ്പം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്.